ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 99-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ. സ്തുതിക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതം ദൈവസ്തുതിയുടെ ജീവിതമാകുമ്പോൾ അതിനേക്കാൾ വലിയൊരു നന്മ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. ദൈവസ്തുതിയുടെ ശക്തിയും അഭിഷേകവും തിരിച്ചറിഞ്ഞ രാജാവായിരുന്നു ദാവീദ്. ദാവീദ് പറയാണ്, നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസ്തുതിയുടെ ജീവിതമായി മാറുവാൻ, ദിനംതോറും ദൈവകൃപയിൽ വർദ്ധിക്കുന്നവരാകുവാൻ, ഈ വിശ്വാസയാത്രയിൽ കർത്താവിനോട് ചേർന്ന് അവിടുത്തെ കരം പിടിച്ച് മുന്നോട്ടു പോകുവാൻ കൃപ തരണമേ എന്ന് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ ഭാരങ്ങള്, ഹൃദയത്തിൻ്റെ ആകുലതകള്, നമ്മെ അലട്ടുന്ന ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ. ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കൃപയിലേക്ക് എല്ലാം ഒന്ന് ഭരമേൽപ്പിച്ച് ആയിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ റൂഹായേ വരണമേ. കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾ നൽകണമേ. കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗമെടുക്കുവാൻ, അനുദപിക്കുവാൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കർത്താവേ കൃപ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പാടുകയാണ്. ഈ തലമുറയുടെ ദുഷിപ്പുകളിൽ നിന്നും വക്രതകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ ദൈവ തേജസ്സുള്ള കുടുംബങ്ങളാണ്. ഞങ്ങളെ തലമുറകൾ അഭിഷേകമുള്ള തലമുറകളായി മാറ്റപ്പെടുവാൻ കർത്താവേ കൃപ ചെയ്യണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ആത്മാവേ വരിക വരിക, പരിശുദ്ധാത്മാവേ കാലഘട്ടത്തിന്റെ അഭിഷേകമായി യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. ഓ ഹോളി സ്പിരിറ്റ്, anoint us. കർത്താവിന്റെ ആത്മാവേ വരിക, ഓരോ വ്യക്തിയും അനോയിന്റ് ചെയ്യുക. ദൈവരാജ്യത്തിനായി, പരിശുദ്ധ സഭയ്ക്കായി ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധ റൂഹായേ, ഹോളി സ്പിരിറ്റ്, anoint us. കഴുകണമേ. യേശുവിൻ തിരുനീണമേ
എന്നെ ലഹരിയിലാഴ്ത്തണമേ. ഓ ജീസസ്, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ, കൃപയിൽ ദിനംതോറും വളരുവാൻ, അഭിഷേകത്തിൽ പൂരിതമാകുവാൻ. ഓ സ്വർഗമേ, കൃപ ചെയ്യണമേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ ഹൃദയജലമേ എന്നെ നിത്യം കഴുകണമേ. ഞങ്ങളെ കുടുംബങ്ങളെ കർത്താവേ കഴുകണമേ. എല്ലാ അശുദ്ധതകളിൽ നിന്നും ഞങ്ങളെ സമൂഹങ്ങളെ കഴുകണമേ കർത്താവേ. പരിശുദ്ധ സഭയെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധി ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്നൊരു മനസ്സോടെ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഇവിടുത്തെ മഹത്വം ഓരോ വ്യക്തിയിലും ഭവനത്തിലും ഇറങ്ങട്ടെ. ദൈവശക്തിയാൽ ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ ഓരോ വ്യക്തിയും ഉണർത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായി ഞങ്ങൾ ഉള്ളങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾ ആത്മീയ കണ്ണുകളെ തുറക്കണമേ. ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കുക പരിശുദ്ധാത്മാവേ, വ്യാപരിക്കുക പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ എല്ലാവരെയും ഉണർത്തണമേ. പരിശുദ്ധ റൂഹായേ, 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 ദൈവത്തിന്റെ റൂഹായേ, ഞങ്ങളോട് സംസാരിക്കണം. സ്പീക്ക് ടു അസ്. ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. വിശ്വസേ പിതാവേ, ഈ ലോകത്തിന് ദുഷിപ്പുകളിൽ പെട്ടുപോകാതെ നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങൾക്കായി മധ്യസ്ഥമേകണമേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, ദൈവസന്നിധിയിൽ വിലാപമാചരിക്കേണ്ട നാളുകൾ. ദൈവസന്നിധിയിൽ വിലാപമാചരിക്കേണ്ട നാളുകൾ. നമ്മൾ തപസ് നാളുകളിലൂടെ കടന്നു പോവുകയാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ നാളുകളിൽ കർത്താവ് എന്താണ് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്നത്? കാലത്തിൻ്റെ പ്രത്യേകതകളിലേക്കും ആനുകാലിക സംഭവങ്ങളിലേക്കും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? ഇതിലൂടെയെല്ലാം സ്വർഗം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ നാളുകൾ നിസ്സാരമായി നമ്മൾ കാണരുത്. ലോകത്തിൻ്റെ സുഖലോലുപതകളിലും ഈ ലോകം നൈമിഷികമായി നൽകുന്ന നശ്വരമായ ഭോഗേച്ഛകളിലും ഏർപ്പെട്ട് അവസാനിക്കാനുള്ളതല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ലോകജീവിതം. ഈ നാളുകളുടെ പ്രത്യേകത ദൈവജനം തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കണ്ണുനീരോടെ, ഹൃദയ തകർച്ചയോടെ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി
പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിലാപമാചരിക്കേണ്ട ദിനങ്ങളാണിത്. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഈ വചനങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പല പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. 3 കാര്യങ്ങൾ തൻ്റെ ജനത്തോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? 1, നിങ്ങൾ ഉപവാസത്തോടും. ഉപവാസത്തിന് കാലം തീർന്നു പോയിട്ടില്ല. ഉപവാസം എന്ന് പറയുന്നത് ഒരു നേരം ഭക്ഷണം മാറ്റി വയ്ക്കുന്നത് മാത്രമല്ല ഉപവാസം. ദൈവഭയത്തോടെ ജീവിച്ച് ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നശിക്കുന്ന ഓരോ ആത്മാവിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പരിത്യാഗമെടുത്ത് ത്യാഗങ്ങളെ കൃപകളായി സ്വീകരിക്കുന്ന വിശ്വാസ ശൈലിയെക്കുറിച്ചാണ് ഇവിടെ ഉപവാസം എന്ന് പറയുന്നത്. നമുക്കൊരു നേരം ഉപവാസം ഭക്ഷണം മാറ്റിവെക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന അശുദ്ധികള്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള മ്ലേച്ഛതകള്, ഈ ലോകമോഹങ്ങള്, ജഡഭാവങ്ങള്, ഭോഗേച്ഛകള്, സുഖലോലുപതകള്, ഇതിലെല്ലാം ഉപവസിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ഒരു വില കൊടുക്കൽ വരുന്നത്. അവിടെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണ്ടത്. കുറച്ച് ദിവസം ഇറച്ചി കഴിക്കുന്നില്ല, ഏതാനും ദിനങ്ങൾ മീൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് മാത്രമാണ് ഉപവാസം. നമുക്ക് നൈമിഷികമായ സന്തോഷങ്ങൾ തരുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ ഉപവസിക്കുമ്പോൾ നമ്മുടെ ആത്മശക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ഡെലിവറൻസുകൾ വെളിപ്പെടുകയാണ്. നമ്മിലേക്ക് പകരപ്പെടുന്ന അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിലൂടെ സഭയിലെ ലോകത്തിലേക്ക് അത് വ്യാപരിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തിക്ക് വ്യാപരിക്കുവാൻ, പ്രസരിക്കുവാനുള്ള പവറുണ്ട്. പുറപ്പെടുന്ന ശക്തിയാണ്, വ്യാപരിക്കുന്ന ശക്തിയാണ്. ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെട്ടു. യെസ്, പുറപ്പെടുന്ന ശക്തി, വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ മേൽ സ്വർഗം നൽകുന്ന ഈ പരിശുദ്ധാത്മ ശക്തി, അത് നമ്മിലൂടെ ലോകത്തിലും സഭയിലും വ്യാപരിക്കാൻ തുടങ്ങി. എപ്പോഴാ? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഉപവാസത്തിലേക്കും. രണ്ടാമത് പറയാണ്, നിങ്ങൾ വിലാപത്തോടെ. എന്താണ് ഇവിടെ വിലാപം എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണോ? അല്ല സഹോദരങ്ങളെ. ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണോ? ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ജ്ഞാനത്തോടെ തിരിച്ചറിയണം. ഇവിടെ വിലാപം എന്ന് പറയുന്നത് നശിക്കുന്ന ആത്മാക്കളെ ഓർത്തുള്ള ഹൃദയ തകർച്ചയാണ്. പരിശുദ്ധ സഭയിൽ നിന്ന് സംഭവിക്കുന്ന അനൈക്യങ്ങള്, ഭിന്നതകള്, കലുഷിതമായ അവസ്ഥകള്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പോലും ഉണ്ടാകുന്ന വിശ്വാസ ത്യാഗം, അപ്പോസ്റ്റസി. ഇന്ന് പല വൈദികർക്ക് പോലും വിശ്വാസമില്ല, സമർപ്പിതർക്ക് വിശ്വാസമില്ല, ആത്മായ പ്രേക്ഷിതരെ പലർക്കും ദൈവാശ്രയത്വവും ആഴമേറിയ വിശ്വാസ ചൈതന്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മുൻപിൽ വിലാപം ആചരിക്കേണ്ട നാളുകളാണിത്. കർത്താവേ, സഭയെ ശക്തീകരിക്കുക, എംപവർ ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധ സഭയോട് കരുണ കാണിക്കണമേ. അവിടുത്തെ സഭയിൽ അങ്ങയുടെ സജീവ സാന്നിധ്യം പ്രബലപ്പെടട്ടെ.
സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന അന്ധകാര ശക്തികള്, പൈശാചിക വ്യാപാരങ്ങള് ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ തകർക്കപ്പെടുവാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മൾ വിലാപം ആചരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ പ്രവർത്തികൾ ചെയ്യുക? എന്റെ സഹോദരങ്ങളെ, രണ്ടാമത് കർത്താവ് പറയുക, വിലാപത്തോടും. യെസ്, ഇത് വിലാപം ആചരിക്കേണ്ട നാളുകളാണ്. സുഖാരൂപിയിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന്, നിറങ്ങളിൽ നിന്ന് നമ്മൾ ഒരു വേർപാട് സ്വീകരിക്കേണ്ടെന്ന് പലരിൽ നിന്നൊരു ഈസി ഗോയിങ്. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം എന്തുമാത്രം അത് സീരിയസ് ആയി നമ്മൾ കാണുന്നുണ്ട്. അനേകർക്ക് അതൊരു നിസ്സാരമാണ്, ഒരു കളി പോലെ, ഒരു ഗെയിം പോലെ. അങ്ങനെയാണ് അനേകരെ ഫെയ്ത്തിനെ കാണുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മീയ തകർച്ചയുടെ കാരണം എന്താ? ഈ അനാസ്ഥയും ഗൗരവമായി കാണേണ്ട പല കാര്യങ്ങളിലും ഗൗരവമില്ലായ്മയും നമ്മുടെ നിസ്സാരതയും നിസ്സംഗതയും നിഷ്ക്രിയത്വവുമാണ് നമ്മുടെ ആത്മീയ അധപതനത്തിന്റെ അടിസ്ഥാന കാരണം. കർത്താവ് പറയുക, നിങ്ങൾ വിലാപത്തോടെ വരണം, നെടുവീർപ്പോടെ എന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവീൻ. കർത്താവ് നമ്മളെ വിളിക്കുക, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരിക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ സക്രിയ പ്രവചനം 1:3 പറയാണ്, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും. ഇത് മടങ്ങി വരുവാനുള്ള സമയമാണ്, വിലാപമാചരിക്കുവാനുള്ള സമയമാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവിധ ദുഷിപ്പിലും മ്ലേച്ഛതയിലും അകപ്പെട്ടുപോയ ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാനും നിങ്ങളും വിലാപമാചരിക്കേണ്ട നാളുകൾ, നെടുവീർപ്പോടെ നിലവിളിക്കേണ്ട നാളുകൾ, പരിത്യാഗമെടുത്ത് പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത് ഉപവാസത്തോടെ കർത്താവിലേക്ക് തിരിയേണ്ട നാളുകൾ. ജോയൽ പ്രവചനം 2:17 വീണ്ടും തൻ്റെ പുരോഹിതരോട്, പുരോഹിതർ മാത്രമല്ല, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിക്കുള്ള ദൂത ഇത് സ്വർഗത്തിന്റെ ശബ്ദമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ വന്യ വൈദികരെ, കർത്താവ് പ്രത്യേകമായി പറയാ, എൻ്റെ പുരോഹിതന്മാർ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവജനത്തിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത എൻ്റെ പുരോഹിതരെ കർത്താവ് വിളിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ബലിപീഠത്തിനും പൂമുഖത്തിനും മധ്യേ നിന്ന് ദൈവജനത്തിന്റെ ആത്മീയ തകർച്ച കണ്ടുകൊണ്ട്, നശിക്കുന്ന ആത്മാക്കളെ കണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന യുവജനങ്ങളെ കണ്ട്, നിഷ്കളങ്കത ഇല്ലാതാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട്, നമ്മുടെ കുടുംബങ്ങൾ താറുമാറായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ അധപതനം കണ്ട് ഓരോ പുരോഹിതനും കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ എന്ന് കർത്താവ് പറയാ. ഇത് പുരോഹിതന്മാർക്ക് മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തി, അത് നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവിൻ്റെ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മൾ അനാഥരല്ല. നമ്മൾ എങ്ങനെയോ പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ മുളച്ചു പൊന്തിയ തകരപ്പോലെ നമ്മൾ അങ്ങനെ രൂപപ്പെട്ടതല്ല സഹോദരങ്ങളെ. കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, അവന്റെ മുദ്രയുള്ള, അഭിഷേകമുള്ള അവന്റെ സ്വന്തം ജനമാണ് നമ്മൾ ഓരോരുത്തരും. ആ ബോധ്യമുള്ളവർ ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ മനസ്സല്ലേ? നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകൾ, വിലാപമാചരിക്കേണ്ട നാളുകൾ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. എത്ര പേർക്ക് കർത്താവിൻ്റെ ആഗ്രഹം ഈ നോമ്പ് കാലത്തെങ്കിലും ഏറ്റെടുക്കാൻ പറ്റും? ഐ ആം റെഡി ലോർഡ്, വിലാപമാചരിക്കുവാൻ, എനിക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും വിട്ടുപേക്ഷിക്കുവാൻ, കർത്താവെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, അനുദിന ജീവിതത്തിലെ ഓരോ സഹനത്തെയും കൃപകളായി സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവെ. ലോർഡ് അനോയിന്റ് മീ. കർത്താവെ, എന്നെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് എത്ര പേർക്ക് ഏറ്റു പറയാൻ പറ്റും?
വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് വിലാപമാചരിച്ച് നെടുവീർപ്പോടെ ഉപവാസത്തോടെ കർത്താവിലേക്ക് തിരിയുവാൻ ആവശ്യപ്പെടുന്നത്? ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാം വചനത്തിൽ കർത്താവ് ശക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. ഇറ്റ്സ് എ വാർണിംഗ് മെസ്സേജ്. തൻ്റെ പരിശുദ്ധ സഭയോട്, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, തൻ്റെ ജനമായ നമ്മോട് കർത്താവ് സംസാരിക്കുകയാണ്. പാപികളുടെ അതിക്രമം പൂർണ്ണത പ്രാപിക്കുമ്പോൾ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, പാപികളുടെ അതിക്രമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അതിക്രമം, പാപങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ, അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ അവൻ വെളിപ്പെടും. ആരാണ് ഈ അവൻ? ഇത് ക്രിസ്തുവാണ്. ഇനി എന്താ ഈ ലോകത്തിൽ സംഭവിക്കാനുള്ളത്? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എന്താ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുക? ഇനി എന്താ ഇവിടെ സംഭവിക്കാനുള്ളത്? എല്ലാ മേഖലയും ഒരുപോലെ കറപ്റ്റഡായി ദുഷിച്ചു പോയി. മ്ലേച്ഛതകളും മലിനതകളും തിന്മകളും ദുഷിപ്പുകളും ദൈവനിഷേധവും ദൈവദൂഷണവും ഗർവ നിറഞ്ഞ അഹങ്കാരത്തോടു കൂടിയുള്ള പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ഇന്ന് കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ നിർമ്മലമായ വചനം പ്രഖ്യാപിക്കുകയാണ്, പാപികളുടെ അതിക്രമം പൂർണ്ണത പ്രാപിക്കുമ്പോൾ, ആ വചനം ശ്രദ്ധിച്ച് എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ പൂർണ്ണത പ്രാപിക്കുമ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെടുകയാണ്. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനും വിശുദ്ധീകരണത്തിനും വേണ്ടി തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ കൃപയിൽ വീണു പോകാതിരിക്കാൻ, തൻ്റെ മുദ്രയും സാന്നിധ്യമുള്ള തൻ്റെ കുടുംബങ്ങൾ നശിക്കാതിരിക്കാൻ, ഇതെത്ര കുടുംബങ്ങളെ താറുമാറാകുന്നു. വിവാഹബന്ധങ്ങളിൽ അവിശ്വസ്തതകൾ, കുടുംബങ്ങളിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തെ നോക്കി ഈ അവസ്ഥ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് നമ്മുടെ ദൈവം ആവശ്യപ്പെടുകയാ, ഉപവസിക്കുക, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വിലാപം ആചരിക്കുക, നിങ്ങൾ നെടുവീർപ്പോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന് മാത്രമേ ഇടപെടാൻ പറ്റുകയുള്ളൂ. ഈ നോമ്പുകാലം അതിനുള്ള സമയമാകട്ടെ എന്ന് പരിശുദ്ധ റൂഹ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വെളിപാട് 12:12 നമ്മൾ കാണുന്നുണ്ട്, ചുരുങ്ങിയ സമയം, ടൈം ഈസ് ഷോർട്ട് ടൈം. ഇത് മനസ്സിലാക്കിയ പിശാച് അരിശം കൊണ്ട് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരിൽ നിന്ന് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം, ട്രൂ ഫെയ്ത്ത്, സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പിശാച് ഇന്ന് കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും എതിർ ചിന്തകളും വിപരീത ബുദ്ധികളാൽ അസംഖ്യം ആത്മാക്കളെ സാത്താൻ ബന്ധിതമാക്കിയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയാ, വിലാപമാചരിക്കേ എൻ്റെ ജനമേ, വിലാപമാചരിക്കേ. ഇത് സുഖിക്കാനുള്ള സമയമല്ല. ഈ ലോകത്തിന്റെ സുഖലോലുപതയിൽ എൻജോയ് ചെയ്യാൻ, ആഹ്ലാദിക്കാനും അത് ആസ്വദിക്കുവാനുമുള്ള നേരമല്ല. ഇത് നെടുവീർപ്പോടെ വിലാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ട നാളുകൾ. ദാനിയേൽ പ്രവചനം 9:3-4 വാ. പ്രവാചകനായ ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ ആത്മീയ തകർച്ച കണ്ട് 70 വർഷക്കാലം അവരെ പ്രവാസത്തിലേക്ക് പോകുന്നത് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് പ്രവാചകൻ വായിച്ചറിഞ്ഞു. തൻ്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ആത്മീയ തകർച്ച കണ്ട് അവർ അടിമകളായി അന്യദേശത്തേക്ക് പോകുന്ന ആ പ്രവചനങ്ങൾ അവൻ വായിച്ചപ്പോൾ ഹൃദയം തകർന്നു. ഇന്ന് കർത്താവിൻ്റെ സഭയെ നോക്കി ഇതുപോലെ ഒരു ഹൃദയ തകർച്ച, നശിക്കുന്ന ആത്മാക്കളെ കുറിച്ച്, നമ്മുടെ യുവജനങ്ങളെ പ്രതി, നമ്മുടെ കുടുംബങ്ങളെ പ്രതി, വഴിവിട്ടുപോയ
ഈ ലോകത്തിൻ്റെ അവസ്ഥ കണ്ട് നമുക്കിതുപോലെ ഒരു ഹൃദയ വേദനയുണ്ടാകണം. വേദന മാത്രം പോരാ. ദാവീദ് എന്താ ചെയ്തത്? അവൻ വിലാപമാചരിച്ചു. അവൻ ഉപവസിച്ചു. നെടുവീർപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ ചങ്ക് പൊട്ടി നിലവിളിക്കുകയെ, കർത്താവേ തെറ്റിപ്പോയി, കരുണ കാണിക്കണമേ, കർത്താവേ കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞ് തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി പ്രവാചകനായ ദാനിയേൽ വിലാപമാചരിക്കുകയായി. ഇതല്ലേ ഇന്ന് ഒരു വിശ്വാസി, ഞാനും നീയും ചെയ്യേണ്ടത്? ഇതല്ലേ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇവിടെ നമ്മൾ അനാസ്ഥ കാണിക്കുന്നത്? എന്തുകൊണ്ട് നമ്മളിവിടെ ഉഴപ്പിക്കളയുന്നത്? നമുക്കിതൊന്നൊരു ഒരു സീരിയസ് ആയിട്ട് തോന്നുന്നില്ലേ? ഈ ആത്മീയ അധപതനം നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുമാറ് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നില്ലേ? എൻ്റെ സഹോദരങ്ങളെ, നമ്മോടെ കർത്താവ് ചോദിക്കുന്നത്, കർത്താവ് എന്ന് പറഞ്ഞൊരു ആശയമല്ല, ജീവിക്കുന്ന ദൈവമാണ്, അവൻ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ലിവിങ് ഗോഡ്. ആ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമുക്കുണ്ടാകണം ഈ നോമ്പ് കാലത്ത്. അതിനായി സ്വർഗം നമ്മെ ക്ഷണിക്കുകയാണ്. ഇവിടെ ആ വചനത്തിൽ കാണുന്നു, തൻ്റെ ജനത്തിന് എല്ലാ പാപങ്ങൾ അവൻ ഏറ്റുപറഞ്ഞ് വിലാപമാചരിക്കുന്നു. ദൈവം കരുണ കാണിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചൊരു മനോഹരമായൊരു വചനമുണ്ട്. തിമോത്തിയോസിന് 2 ലേഖനം 3:1 ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ. സത്യവിശ്വാസം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വലിയ വില കൊടുക്കലുണ്ട്, അവിടെ കഷ്ടതയുണ്ട്, സഹനമുണ്ട്, ഒറ്റപ്പെടലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സത്യവിശ്വാസം ജീവിക്കുവാൻ വളരെ വളരെ പ്രയാസമേറിയൊരു കാലം. അതാ പൗലോസ് പറഞ്ഞത്, ക്ലേശപൂർണമായ സമയം. ജീവിത വിശുദ്ധി, കുടുംബ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ നല്ല കമ്മിറ്റ്മെന്റ് ഉള്ളവർക്കേ പറ്റൂ, വിശ്വസ്തതയുള്ളവർക്കേ സാധിക്കൂ. അത്രമാത്രം ദുഷിപ്പ് നിറഞ്ഞ ഈ ഒരു കാലത്ത് പൗലോസ് പറയാം, അത് ക്ലേശമാണ്. കൃപ കർത്താവ് തരും, ആശ്രയിച്ചാൽ കൃപ കർത്താവ് തരും. പരസ്പരം സ്നേഹിച്ച് പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അതൊക്കെ അതിനൊന്നും യാതൊരു വിലയുമില്ല. അത്തരക്കാര് പൊട്ടന്മാരും മണ്ടന്മാരും അവരറിവില്ലാത്തവരുമായി ലോകം കാണുന്ന ഒരു കാലം. എൻ്റെ സഹോദരങ്ങളെ, ക്ലേശമുണ്ട്, ഈ ജീവിതത്തിൽ വലിയ സഹനമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. കർത്താവാണ് വിളിച്ചിരിക്കുന്നത്, കർത്താവാണ് കരം പിടിച്ചിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ വിലാപമാചരിക്കുക, നന്നായി നോമ്പെടുത്ത് പരിത്യാഗമെടുത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും പലവിധ സഹനങ്ങൾ നമുക്കുണ്ട്. ഈ സഹനങ്ങളെ ഒന്ന് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഓരോ സഹനത്തെയും കൃപയായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, പരിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നശിക്കുന്ന ഓരോ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തോടെ കാഴ്ചവെച്ച് ആ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവസന്നിധിയിൽ ദൈവജനം വിലാപമാചരിക്കേണ്ട നാളുകൾ. യെസ്, ഇത് വിലാപത്തിൻ്റെ നാളുകളാണ്, പരിത്യാഗത്തിൻ്റെ നാളുകളാണ്, പ്രാശ്ചിത്തത്തിൻ്റെ നാളുകളാണ്. ഇതിലേക്ക് നമ്മൾ തിരിയാതെ നമുക്കിനൊരു വീണ്ടെടുപ്പില്ല സഹോദരങ്ങളെ. നമുക്ക് അടുത്തൊരു ലെവൽ ഓഫ് അനോയിൻറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഫേസിലേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് തൻ്റെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സഭാ സമൂഹങ്ങളെല്ലാം കർത്താവിനാൽ ശക്തീകരിക്കപ്പെടുവാനും അത് അനുഗ്രഹീതമാകുവാനും കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ നോമ്പ് കാലം
കൃപയുള്ള അർത്ഥവത്തായ ഒരു നോമ്പ് കാലമാക്കി മാറ്റുവാൻ നമുക്ക് കർത്താവിനോട് സഹകരിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ